വിശ്വാസി അവന്റെ വളർച്ചയെക്കുറിച്ച്, വിശ്വാസിയുടെ വളർച്ചയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സംസാരിച്ചത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞത് നോയിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം. ഈ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ എന്ത് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. പറഞ്ഞാൽ ലോകം മൊത്തമായിട്ടാണ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ, ലോകത്തിന് മൊത്തമായിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. എങ്കിൽ എനിക്കത് മനസ്സിലായില്ലെങ്കിൽ ആ കാൽവറി ക്രൂശ് എത്ര പവർഫുൾ ആണെങ്കിലും എനിക്കതുകൊണ്ട് പ്രയോജനമില്ല. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, നോയിങ്. നിനക്കത് അറിഞ്ഞേ പറ്റൂ. രണ്ടാമത് റെക്കണിങ് എന്നാണ് പറഞ്ഞത്. റെക്കണിങ് പറഞ്ഞാൽ ഞാൻ അത് അറിഞ്ഞിരിക്കുക മാത്രമല്ല, ആഴത്തിലൊരു വെളിപ്പാട് ആ അറിവിനെ കുറിച്ച് എനിക്ക് ഉണ്ടായിരിക്കണം. ആ വെളിപ്പാടായി കഴിഞ്ഞാൽ ഇത് എനിക്ക് വേണ്ടി ഉള്ളതാണെന്ന് മനസ്സിലാക്കി എന്റേതായിട്ട് ഞാനിത് ഏറ്റെടുക്കാൻ തുടങ്ങും. അതാ റെക്കണിങ്. എന്നെ മൂന്നാമത്തേത് പറഞ്ഞത് സബ്മിറ്റ് യുവർ സെൽഫ് അൻടു ഗാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത് നമ്മളൊരു ആഴത്തിൽ ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് വന്നു. മൂന്നാമത് നമ്മളെ തന്നെ യേശു ക്രിസ്തുവിന്റെ വർക്കിന് വേണ്ടി നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യുക. നാലാമത്തെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ നടക്കുക എന്നുള്ളത്. അപ്പൊ ഇത് നമ്മൾ സംസാരിച്ചപ്പോൾ ആണ് നമ്മുടെ ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു വർക്കായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞാല് നമുക്കിതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രവൃത്തിയായിട്ട് വരികയില്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ വന്ന്, അതുകൊണ്ടാണ് ഇന്ന് ഈ കാര്യം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. It's actually very easy. There's not a lot of work involved in the basic. The first step is knowing. You have to know what is the truth. ഇന്ന് രാത്രി ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ചെയ്തത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മളൊന്നും പുതിയതായിട്ട് ചെയ്യുന്നില്ല. 2000 വർഷം മുമ്പേ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു. എല്ലാ പ്രവൃത്തിയും അതിനകത്ത് ഒതുങ്ങിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്രിസ്ത്യാനി ആയി കഴിഞ്ഞതും നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ആവശ്യം വന്നാലും നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് ക്രൂശിൽ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ആ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ക്രമീകരണം വരുന്നത്. അപ്പോൾ എന്ത് വന്നാലും 2000 വർഷം മുമ്പിലേക്ക് നമ്മൾ നോക്കി ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ അനുരൂപരായി തീരുമ്പോഴാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നത്. അതൊരു പ്രവൃത്തിയല്ല, അത് നമ്മൾ ചെയ്ത സത്യം നമ്മൾ മനസ്സിലാക്കുവാൻ ചെയ്യുന്ന അതൊരു പ്രവൃത്തിയായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല. So the whole reason why I'm saying is like we read before, that faith is the door by which we access into grace, what God has provided us, or for the manifestation of that grace in our lives, we need to have faith. അപ്പോൾ നമ്മള് കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു നമുക്ക് തന്നതിന്റെ മൊത്തമായിട്ട് പറഞ്ഞാൽ അതിന് കൃപയെന്നാ പറഞ്ഞത്. കാൽവറി ക്രൂശിൽ യേശു മാനവജാതിക്ക് വേണ്ടി ചെയ്തതെല്ലാം പറഞ്ഞ കൃപയെന്നാ പറഞ്ഞത്. എങ്കിൽ ആ കൃപ ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും വെളിപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ ആ കൃപ നമ്മൾ എങ്ങനെയാണ് കൃപയിൽ എനിക്ക് ഈ കാര്യം ചെയ്തെടുത്തു, യേശു ക്രിസ്തു ചെയ്തു എന്ന് നമ്മൾ അതിനെ പെർസ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറയണം ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിൽ വിശ്വാസം ഉളവായിട്ട്, എന്നിട്ട് നമ്മൾ ഈ കൃപയിൽ നമുക്ക് എന്തുവാ ചെയ്തു എന്നുള്ള അതിന്റെ പുറകെ ഉള്ളൊരു ഒരു അന്വേഷണമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. So that's when last week I asked, how many Christians know the truth? That's the question. അപ്പോൾ എത്ര പേര് റിയലായിട്ട് നമുക്ക് ഈ സത്യം എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ സത്യം. Right. So that's what Saint Paul was praying. If you go to Ephesians chapter 1 and verse 17, he's making a prayer here in Ephesians chapter 1, 17, 18 and 19. Somebody can read in Malayalam. I think if your questions like we can make it like we can make it like alive. That the God of our Lord Jesus Christ, the Father of glory, may give to you the spirit of wisdom and revelation in the knowledge of Him. The eyes of your understanding be enlightened, that you may know what is the hope of His calling, what are the riches of the glory of His inheritance in the saints, and what is the exceeding greatness of His power toward us who believe, according to the work of His mighty power. Somebody can read Malayalam. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഇത് അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിനകത്ത് പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. പറഞ്ഞാൽ കാൽവറി ക്രൂശിൽ 2000 വർഷം മുമ്പേ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചിലത് ചെയ്തു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, ദൈവമേ എനിക്ക് ഇനി എന്നതൊക്കെ ചെയ്യണമെന്നല്ല,
നിനക്ക് വേണ്ടിയുള്ളത് സകലതും കാൽവറി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. ഇനിയും നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് പ്രകാശിച്ചാൽ മാത്രം മതി. വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മാനവജാതിക്ക് വേണ്ടി മനുഷ്യന് എന്തൊക്കെ ആവശ്യം ഇന്നുണ്ടോ അവന്റെ രോഗത്തിനും അവന്റെ പാപത്തിനും അവന്റെ സമൃദ്ധിക്കും അവന്റെ സമാധാനത്തിനും ഉള്ളത് മൊത്തം 2000 വർഷം മുമ്പ് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ആ ഉത്തരം തന്നു കഴിഞ്ഞു. നമ്മൾ ഇനിയും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമുക്കിനിയും ഒന്നും ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുമല്ല. പ്രീതിപ്പെട്ടത് ഒന്നേ ഉള്ളൂ, കാൽവറി ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ മരണം. നമ്മളിപ്പോൾ ചെയ്തത് അത് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന് നമ്മൾ പറയാം, ഓ ഇതെന്തോ യേശുക്രിസ്തു ചെയ്തത്. ഇത് ഏറ്റെടുക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഇതാ, ദൈവമേ ഇന്ന ആളുടെ ഹൃദയത്തിന്റെ കണ്ണ് പ്രകാശിക്കാൻ, ഹൃദയത്തിന്റെ കണ്ണ് പ്രകാശിക്കും. ഇതാണ് പൗലോസ് യഥാർത്ഥമായി ദൈവസഭയ്ക്ക് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന വാക്യം. എഫേസ്യർ 1:17-21 വരെയുള്ളത്. ഞാൻ ഒരു കാലത്ത് എപ്പോഴും ഈ വാക്യം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എന്റെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണം, എന്റെ ഹൃദയത്തിന്റെ കണ്ണ്. ഓരോ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കാൻ മനസ്സിലാക്കണം, കുരിശിന്റെ ക്രോസിന്റെ ഓരോ സൈഡ് ദൈവം റിവീൽ ചെയ്യാൻ തുടങ്ങി. ഇതാണ് എനിക്ക് വേണ്ടി ചെയ്തത്, ഇതാണ് എനിക്ക് വേണ്ടി ചെയ്തത്. Right, in Ephesians you say that you never see Saint Paul praying that they should be blessed more or with this or that. He says that you're already blessed. അത് നമ്മൾ അതിന്റെ കാൽവറി ക്രൂശിന്റെ ആകെ തുക മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് നമ്മുടെ സ്റ്റൈൽ തന്നെ മാറും, നമ്മുടെ പ്രാർത്ഥനയുടെ സ്റ്റൈല് മാറും. കാര്യം എന്ന് ചോദിച്ചാൽ 2000 വർഷം മുമ്പേ നിനക്ക് വേണ്ടിയുള്ളത് സകലതും നിവൃത്തിയായി കഴിഞ്ഞു. നിനക്കുള്ള അനുഗ്രഹവും നിനക്കുള്ള സമാധാനവും എല്ലാം നിവൃത്തിയായി നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇനി നാളെ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം? ദൈവമേ എനിക്ക് തരണമെന്നല്ല, തന്നതിനാലെ സ്തോത്രം. And show me what give me the revelation in the knowledge of him. What is God's knowledge? ദൈവത്തിന് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു വെളിപ്പാടാണ് ദൈവമക്കൾക്ക്. ഈ നാളുകളിൽ ദൈവമക്കൾക്ക് ആവശ്യമായിട്ടുള്ളത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴത്തിലൊരു വെളിപ്പാടാണ് ഈ ദിവസങ്ങളിൽ വേണ്ടത്. So we need to know what is God's thinking, what is God's reasoning about you. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ദൈവത്തിന് നമ്മളെ കുറിച്ച് പറയുവാനുള്ളത് എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. So this is the first step, knowing. It's very important that we know what we believe in. ക്രിസ്തീയ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും എന്തു ചെയ്തു, എന്റെ പാപത്തിനും എന്റെ രോഗത്തിനും എന്റെ സമൃദ്ധിക്കും എന്റെ സമാധാനത്തിനും വേണ്ടി എനിക്ക് എന്തു ചെയ്തു എന്നുള്ള ആ ഒരു അന്വേഷണമാണ് ആദ്യം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. So there's two absolute things that you need for success in your Christian life. ക്രിസ്തീയ ജീവിതത്തിന്റെ ജയത്തിനായിട്ട് 2 കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. One is the knowledge of God, that who God is, his true nature. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ദൈവം ആരാണ്, ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്കൊരു വെളിപ്പാട് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അടിയുറച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. Number 2 is you need to know your new identity. നമുക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പുതിയ നിയമത്തിൽ വീണ്ടും ജനിച്ചതായ നമ്മൾക്ക് ഉള്ള വ്യക്തിത്വം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഐഡന്റിറ്റി യേശു ക്രിസ്തുവിന്റെ സെയിം ഐഡന്റിറ്റിയാണ് പുതിയ നിയമത്തിൽ വീണ്ടും ജനിച്ചിരിക്കുന്ന എനിക്കും നിനക്കും തന്നിരിക്കുന്ന ഐഡന്റിറ്റി. വ്യക്തിത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ അതേ ഐഡന്റിറ്റിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. Okay, so again going back, faith is that persuasion that happens when you hear God's reasoning about you. ഫെയ്ത്ത് എന്ന് വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് കാൽവറി ക്രൂശിൽ കൂടെ യേശുവിൽ കൂടെ നമ്മളെക്കുറിച്ച് ദൈവം വീണ്ടും ജനിച്ച് നമ്മളെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി കഴിയുമ്പം എനിക്ക് എന്നെക്കുറിച്ച് ദൈവം എങ്ങനെയാണെന്ന് കാണുമെന്നുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. So what is God's reason? God's reasoning is, okay, Jesus he became poor so that I through his poverty might become rich. That's God's thinking. That's God's reasoning. ദൈവം ചിന്തിക്കുന്നത് എപ്പോഴും, ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്നത് രാത്രി, ദൈവം ചിന്തിക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, കാൽവറി ക്രൂശിൽ കൂടെ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് മാനവജാതി ദൈവം കാണുന്നത്. അപ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അവൻ
ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നനായി തീർന്നു. അപ്പോൾ അവൻ ദാരിദ്ര്യമേറ്റത് നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവം ലോകത്തിലെ സമ്പത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ ദൈവം നോക്കുന്നത് യേശു ക്രിസ്തുവിൽ കൂടെ അവൻ ദരിദ്രനായി. അതുകൊണ്ട് നിനക്ക് വേണ്ടിയുള്ള സമ്പത്ത് ഓൾറെഡി തന്നു കഴിഞ്ഞു. Another reasoning of God is that Jesus was God himself, but he became sin so that you might become the righteousness of God. That's God's reasoning. അപ്പോൾ നമ്മൾ ചിന്തിച്ചോണം, ദൈവം ചിന്തിക്കുന്ന കാര്യം നോക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ കാണുന്നത് പോലെ നമുക്ക് നമ്മളെ തന്നെ കാണുവാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരിക്കലും ശരിയാകത്തില്ല. പറഞ്ഞാൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്നെയും നിന്നെയും നീതിമാനാക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു പാപം വഹിക്കുക മാത്രമല്ല പാപിയായി തീർന്നു. നമ്മുടെ പാപം മൊത്തം, ലോകത്തിന്റെ പാപം മൊത്തം യേശു ക്രിസ്തു ഏറ്റെടുത്ത് പാപിയായി തീർന്നിട്ട് യേശു ക്രിസ്തുവിന്റെ നീതി, നീതിയുടെ വസ്ത്രം നമ്മളെ അണിയിച്ചിരിക്കുക. ഇങ്ങനെയാണ് ദൈവം ചിന്തിക്കുന്നത്. ലോകം മൊത്തം ഇത് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അനുസരിച്ചാണ് നമ്മുടെ ഈ ലോക ക്രിസ്തീയ ജീവിതത്തിൽ വിടുതലിരിക്കുന്നത്. That's how you get access into this grace, or that manifestation comes into your life. ഈ ഒരു മഹൽ സത്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ